LGBT കമ്മ്യൂണിറ്റിയുടെ എന്താ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തുവാ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ഇന്ത്യയിൽ ജീവിക്കാം, അവരിഷ്ടത്തിൽ ജീവിക്കാം, അതിനൊരു എതിരുമില്ല ആർക്കും. ചില അല്ലറ ചില്ലറ ചിലവർ ഇതിനോട്ട് ആക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കും, അതൊരു മോശമാണ്. അവരായത് അവരിഷ്ടം, അത് അവരെ പേഴ്സണൽ എന്തെന്ന് വെച്ചാൽ അവരെ. പക്ഷെ ബാക്കിയുള്ളവരും കൂടെ ഇതാവുമ്പം എന്ന് വെച്ചാൽ അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവുമ്പോഴാണ് അതൊരു കമ്മ്യൂണിലാണെങ്കിലും ഒരു എന്തൊരു വിഷയമാണെങ്കിലും ഇപ്പോൾ ഈ കാര്യമാണെങ്കിലും അതാണ് മെയിനായിട്ട് വരുന്ന വിഷയം. വേറൊരു വിഷയം വലുതായിട്ട് ഇല്ല. പിന്നെ ഈ അഭിപ്രായമായിട്ട് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. മറ്റേ ഞാൻ പൊതുവായിട്ട് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഞാൻ യോജിക്കില്ല. പൊതുവെ എല്ലാവരും മെയിൽ ഫീമെയിൽ, പിന്നെ ചിലർ പറയും ട്രാൻസ്പോർട്ട്, ഓക്കെ, അത് അവരെ ഇഷ്ടം, അത് മാറുന്നു. പിന്നെ മെയിലായിട്ട് ഇരുന്ന് ഓരോന്നും പറയുന്നത് ഞാൻ ഫീമെയിലിനെ പോലെയാണ്, അത് ശരിക്കും അവർക്ക് എന്തുവാ ഒരു ക്ലാസ് പോലെ എന്തെങ്കിലും വേണം. എന്താണ് അവരെ ചിലപ്പോൾ അവരെ ഹോർമോണായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കാം, മനുഷ്യരില്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമോ അങ്ങനത്തെ അവർക്ക് ചില ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലവർ അറിവില്ലാതെ ചിലവർ ഇങ്ങനെ ഇറങ്ങും, എന്തോ പോലും അറിയത്തില്ല. ചിലപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബാക്കപ്പ് ഇല്ലാത്തൊരു പ്ലാൻ പോലെ ആയിരിക്കും ഇത്. എന്ന് വെച്ചാൽ അവരങ്ങോട്ട് ഇറങ്ങും, പക്ഷെ പെട്ടു വന്നൊരവസ്ഥയുണ്ട്, തിരിച്ച് കയറാനും പറ്റാത്തൊരവസ്ഥ. അപ്പം ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അതവരെ ഇഷ്ടം, അതവർ ഇഷ്ടമുള്ളവർ ജീവിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ ജീവിച്ചാൽ അവരോ കുഴപ്പമില്ല. ഒരു 1 to 10 സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഈ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? പൊതുവേ ഇപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മീഡിയാസാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ ഇതങ്ങ് അഡോപ്റ്റ് ചെയ്യുക. പക്ഷെ അതിൻ്റെ എന്തോ നെഗറ്റീവ്സ് അവരെ ആലോചിക്കുന്നില്ല. അവർ ഇതെന്തോ ഒരു സംഭവമാണ്, പക്ഷെ അതൊരു സംഭവമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തുവാ മൈൻഡിൻ്റെ ഇഷ്യൂ ആണ്. അത് ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് പോലത്തെ സംഭവങ്ങളാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ചിലവർ അല്ലാതെ വരുന്നതാണെങ്കിൽ അവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് കാണുമായിരിക്കും. പക്ഷേ പൊതുവേ സപ്പോർട്ട് കൂടുതലുണ്ട് മീഡിയസിൽ നിന്ന്. അതാണ് പൊതുവെ ഇവർക്ക് ഇത്രയും പവർ വരുന്നത്. പക്ഷെ അത്രയ്ക്ക് പവർ കൊടുക്കുക അതൊക്കെ അവർ ഓരോ പേഴ്സണൽ താല്പര്യം, നമുക്കൊന്നും പറയുന്നില്ല. പൊതുവേ അങ്ങനെയാണ് അവരെ ഒരു ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. യുവർ സിബ്ലിംഗ് ഈസ് സേയിങ് ദാറ്റ് ഹിസ് ഫ്രം ദ ക്യൂർ കമ്മ്യൂണിറ്റി. എങ്ങനെയായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്തായിരിക്കും ആ സിബ്ലിങ്ങിനോടുള്ള പിന്നീടുള്ള ഒരു പെരുമാറ്റം, രീതികളും, എത്രത്തോളം അവരുടെ ഒരു ഡിസിഷന് നമ്മൾ എന്തായിരിക്കും ആ ഡിസിഷനോടുള്ള ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. നമ്മൾ സ്വന്തം ആകുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കും. എന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളെന്തുവാ അതിനനുസരിച്ച് അത് എന്തോ അതിനുള്ള ക്ലാസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കും. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ അവൾ പുള്ളിയുടെ ഇഷ്ടം എന്താണോ അതവനാണ് കിട്ടുന്നത്. ഒരു എത്രത്തോളം ഒരു ക്യാമ്പയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട താല്പര്യമുണ്ടോ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് താല്പര്യമുള്ളവർ പോയിട്ട്. പക്ഷെ ഒരു ട്രാപ്പ് പോലെയാണത്. ചിലപ്പോൾ അവർ അറിയാതെ ഇറങ്ങി ചെന്നിട്ട് തിരിച്ച് വരണമെന്ന് വെച്ചാൽ ഇത് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനനുസരിച്ചാണ് ലോകം. താങ്ക് യു.